നമസ്കാരം, കേരളീയം ന്യൂസിലേക്ക് സ്വാഗതം. ഹനീഷ് കാറിലുണ്ടാകുമെന്നു കരുതി 300 രൂപയുടെ പെട്രോൾ വാങ്ങി പിന്തുടർന്നു. സംശയരോഗത്തിൽ അരുംകൊല. ഭാര്യയ്ക്ക് ബിസിനസ് പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ഭർത്താവിന് തോന്നിയ സംശയങ്ങളാണ് കൊല്ലം നഗരത്തെ ഞെട്ടിച്ച ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കാറിൽ സഞ്ചരിക്കുകയായിരുന്ന ഭാര്യയെ ഭർത്താവ് വാൻ കുറുകിയിട്ട് തടഞ്ഞ ശേഷം പെട്രോൾ ഒഴിച്ച തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. കടപ്പാക്കട നായേഴ്സ് ജംഗ്ഷന് സമീപം ബേക്കറി നടത്തുന്ന കൊട്ടിയം തഴുത്തല തുണ്ടിൽ മേലതിൽ വീട്ടിൽ അനിലയെ ഭർത്താവ് പത്മരാജനാണ് കൊലപ്പെടുത്തിയത്. നവംബർ 6-നാണ് നിള എന്ന പേരിൽ അനില ബേക്കറി തുടങ്ങിയത്. ഇതിന് പത്മരാജനും 35,000 രൂപയോളം മുടക്കിയതായി പറയുന്നു. പട്ടത്താനം സ്വദേശി ഹനീഷ് ലാലും പണം മുടക്കിയിരുന്നു. ഹനീഷ് 1,49,000 രൂപ മുടക്കിയതായാണ് പോലീസ് പറയുന്നത്. ബേക്കറിയുടെ മുതൽ മുടക്ക 90% അനിലയുടേതായിരുന്നു. അനിലയുടെ കാറിൽ ഹനീഷ് ലാലിനെ ചില ദിവസങ്ങളിൽ പത്മരാജൻ കണ്ടിരുന്നു. ബേക്കറിയിലെ സാമ്പത്തിക പങ്കാളി എന്ന നിലയിൽ ഹനീഷ് ലാലുമായി അനില പുലർത്തിയ ബന്ധത്തെ ചൊല്ലി പത്മരാജൻ പലപ്പോഴും വഴക്കിട്ടിരുന്നു. ഹനീഷ് ലാലിന്റെ പണം തിരികെ കൊടുത്ത ബേക്കറിയിലെ അവകാശം ഒഴിവാക്കണമെന്നായിരുന്നു പത്മരാജന്റെ ആവശ്യം. ഹനീഷ് ലാൽ ബേക്കറിയിൽ പതിവായി വരുന്നതും ഇയാൾ ചോദ്യം ചെയ്തു. വഴങ്ങാതിരുന്ന അനിലയുമായി പത്മരാജൻ മാനസികമായി അകന്നു. ഹനീഷും പത്മരാജനും തമ്മിൽ അടിപിടിയും നടന്നു. തുടർന്ന് ദിവസങ്ങളോളം വീട്ടിലേക്ക് പോകാതിരുന്ന അനില ചെമ്മാൻമുക്കിന് സമീപം വീട് വാടകയ്ക്കെടുത്തു. തുടർന്ന് കൊട്ടിയത്ത് മധ്യസ്ഥ ചർച്ച നടന്നു. ഹനീഷ് മുടക്കിയ 1,49,000 രൂപ തിരികെ കൊടുക്കാൻ ഇന്നലെ കൊട്ടിയത്ത് പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായിരുന്നു. ഈ തുക പത്മരാജൻ കൊടുക്കണമെന്ന് അനില പറഞ്ഞതിനെ ചൊല്ലിയും വഴക്കുണ്ടായെന്ന് പറയുന്നു. അനിലയെയും ഹനീഷ് ലാലിനെയും കൊലപ്പെടുത്താൻ തഴുത്തല പെട്രോൾ പമ്പിൽ നിന്നും പത്മരാജൻ 300 രൂപയുടെ പെട്രോൾ വാങ്ങി. ഇത് പിന്നീട് ബക്കറ്റിലാക്കി വാനിന്റെ മുൻസീറ്റിന് സമീപം സൂക്ഷിച്ചു. ബേക്കറി അടച്ച ശേഷം അനില കാറിൽ മടങ്ങുന്നത് നിരീക്ഷിച്ച പത്മരാജൻ വാനിൽ തൊട്ടടുത്ത് തന്നെ ഉണ്ടായിരുന്നു. അനിലയ്ക്കൊപ്പം കാറിൽ ഹനീഷിനെ മുൻപ് കണ്ടിട്ടുള്ള പത്മരാജൻ ഇന്നലെയും ഹനീഷ് ഒപ്പമുണ്ടാകുമെന്നാണ് കരുതിയത്. എന്നാൽ ബേക്കറിയിലെ ജീവനക്കാരിയായ കൊട്ടിയം പുല്ലിച്ചിറ സിമി നിവാസിൽ സോണിയാണ് കാറിൽ ഉണ്ടായിരുന്നത്. ബേക്കറി അടച്ച അനില കാറിൽ വരുമ്പോൾ പത്മരാജൻ പിന്നാലെ വാനിൽ പിന്തുടർന്നു. ചെമ്മാൻമുക്കിലെത്തിയപ്പോൾ വാൻ കാറിന് മുൻവശത്ത് ഇടിച്ചു നിർത്തിയ ശേഷം വാനിൽ ഇരുന്നുകൊണ്ട് തന്നെ പത്മരാജൻ ബക്കറ്റിൽ കരുതിയിരുന്ന പെട്രോൾ കാറിലേക്ക് ഒഴിച്ച തീ കൊളുത്തി. അനിലയാണ് കാർ ഓടിച്ചത്. ഇറങ്ങി രക്ഷപ്പെടാൻ കഴിയാത്ത വിധം കാറിൽ കുടുങ്ങിയ അനില പൊള്ളലേറ്റ് തൽക്ഷണം മരിച്ചു. പൊള്ളലേറ്റ് കാറിൽ നിന്നും ഇറങ്ങിയോടിയ സോണിയെ ആശുപത്രിയിലേക്ക് മാറ്റി. പിന്നാലെ പത്മരാജൻ പോലീസിൽ കീഴടങ്ങി.